നമ്മളെല്ലാവരും പറയുന്നത് രൂപയുടെ മൂല്യം ഇടിയുകയാണ്, വിപണി തകരാൻ പോകുന്നു എന്നൊക്കെയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കണക്കുണ്ട്. 2026 തുടക്കത്തിൽ 90 നിന്നിരുന്ന രൂപ ഇന്ന് 95.61 എന്ന നിലയിലാണ്. ഇതൊരു തകർച്ചയാണോ, അതോ ആഗോള വിപണിയിലെ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണോ? 100 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് രൂപ എത്തുമോ എന്നതല്ല ചോദ്യം. അത് നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ പാലിനും പഞ്ചസാരയ്ക്കും വില കൂടുമ്പോൾ ചായയുടെ വില കൂട്ടാതിരിക്കാൻ കടക്കാരൻ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇന്ത്യയുടെ അവസ്ഥ. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും 80% വിദേശത്ത് നിന്ന് വാങ്ങുന്നതാണ്. അതിന് ഡോളർ കൊടുക്കണം. ഡോളറിന് വില കൂടുമ്പോൾ, അതായത് രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ, നമ്മൾ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം $106.01 എന്ന പരിധി കടന്നു നിൽക്കുകയാണ്. ഇത് നമ്മുടെ കറൻസിയെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. RBIയുടെ ലേറ്റസ്റ്റ് ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പം 5.6% ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. അമേരിക്കയിലെ പലിശ നിരക്കുകളും നമ്മുടെ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ ഇൻവെസ്റ്റ്മെന്റ് രൂപയെ കൂടുതൽ തളർത്തുന്നു. ഇത് കേവലം ഒരു സാമ്പത്തിക വാർത്തയല്ല. നിങ്ങൾ ഗൾഫിൽ നിന്ന് പണം അയക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ രൂപ കിട്ടും. പക്ഷെ നാട്ടിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ആ ലാഭം അവിടെ തീരും. നമ്മൾ ട്രെൻഡിന് പിന്നാലെ ഓടുകയാണോ, അതോ ട്രെൻഡ് നമ്മളെ വേട്ടയാടുകയാണോ എന്ന് ചിന്തിക്കണം. രൂപ 100-ലെത്തിയാൽ അതൊരു വലിയ മാനസിക ബുദ്ധിമുട്ടാണ്. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഓരോ വീഴ്ചയ്ക്ക് ശേഷം വിപണി കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരവിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവുമോ എന്നതാണ് പ്രധാനം. ഒരു ശരാശരി മലയാളി കുടുംബത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ AC-യോ ഫ്രിഡ്ജോ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ വില വരും മാസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനാവശ്യമായ ചിപ്പുകളും പല ഭാഗങ്ങളും ഇറക്കുമതി ചെയ്യുന്നതാണ്. കുട്ടികളെ കാനഡയിലോ UK-യിലേക്കോ അയക്കാൻ ലോൺ എടുക്കുന്നവരും ശ്രദ്ധിക്കണം. രൂപയുടെ മൂല്യം കുറയുമ്പോൾ നിങ്ങളുടെ ഫീസ് ചെലവ് പ്ലാൻ ചെയ്തതിലും 5 മുതൽ 10% വരെ വർദ്ധിച്ചേക്കാം. സ്ഥിര നിക്ഷേപങ്ങളെ മാത്രം വിശ്വസിച്ചിരുന്നവർക്ക് പണപ്പെരുപ്പം ഒരു വില്ലനാണ്. പണത്തിന്റെ മൂല്യം ചോർന്നു പോകാതെ നോക്കാൻ നിക്ഷേപങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരേണ്ട സമയമാണിത്. രൂപയുടെ ഈ പോക്ക് എവിടെ അവസാനിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. ക്രൂഡ് ഓയിൽ വിലയും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇതിൽ നിർണായകമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് RBIയുടെ നിലപാട്. ജൂണിലെ പോളിസി മീറ്റിംഗിൽ പലിശ നിരക്ക് കൂട്ടുമോ എന്ന് ശ്രദ്ധിക്കണം. 2, കമ്പനികളുടെ ലാഭം. ഇറക്കുമതി ആശ്രയിക്കുന്ന ഓട്ടോമൊബൈൽ, പെയിന്റ് കമ്പനികളെ നിരീക്ഷിക്കുക. അതേസമയം IT, ഫാർമ സെക്ടറുകളിലെ മാറ്റങ്ങളും പഠിക്കണം. 3, സ്വർണം. രൂപ ദുർബലമാകുമ്പോൾ നാട്ടിൽ സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഒരു നിർദ്ദേശമല്ല, മറിച്ച് മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് മാത്രമാണ്. നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി അനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഓഹരി വിപണിയിലോ മറ്റ് സാമ്പത്തിക പദ്ധതികളിലോ നിക്ഷേപിക്കാനുള്ള ഉപദേശമല്ല. നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു SEBI രജിസ്റ്റേർഡ് ചെയ്ത ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. Yeah.